ഹലോ ഹായ് ആദീസ് ഫാമിലിക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഒരാഴ്ചയ്ക്ക് മേലെ ഇപ്പോൾ വീഡിയോസ് ഇട്ടിട്ട് വേറെ ഒന്നല്ല, എൻ്റെ മോനെ വയ്യാതിരിക്കുകയായിരുന്നു. അവൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്നു, പനിയൊക്കെ കൂടിയിട്ട്. അവനൊക്കെയാണ്, കുഴപ്പമില്ല. അപ്പോൾ അവൻ ബെറ്റർ ആയതിനു ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വെച്ചത്. എനിക്ക് ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് തന്നെ ഞാനൊരു കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു, റിയാക്ഷൻ വീഡിയോസൊക്കെ ആയിരുന്നു കണ്ടത്. ആരുടെയല്ല, അഖിൽ മഹാരാജ് ചേട്ടൻ കുറച്ച് അടിപൊളി ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതിനെ റിയാക്ട് ചെയ്തിട്ട് കുറേ ചേട്ടന്മാരും ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് അവരോട് വളരെ താങ്ക്സ് ഉണ്ട്. കാരണം ഞങ്ങൾ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തിട്ട് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വന്നല്ലോ, അതിൽ വളരെയധികം നന്ദിയുണ്ട്. വേറെ ഒന്നുകൊണ്ടല്ല, നിങ്ങൾ വളരെ എല്ലാവരും അല്ലെങ്കിൽ പോലും കുറച്ച് പേരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ അവസ്ഥ കാര്യങ്ങളൊക്കെ. അപ്പം അതിന് വളരെയധികം നന്ദി ആദ്യം പറയാണ്. അപ്പോൾ ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടന് 2 പെൺകുട്ടികളാണ്. അപ്പോൾ ചേട്ടൻ്റെ വൈഫ് പ്രസവിച്ചത് ഇനി വീട്ടിലാണോ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും ഞാൻ പറയാണ്, ചേട്ടൻ്റെ കുട്ടികൾ അവർ പെൺകുട്ടികളാണ്. ഇപ്പോൾ അവർ കല്യാണം കഴിഞ്ഞ് പറഞ്ഞ പോലെ കുട്ടികൾ പ്രഗ്നൻ്റ് ആവോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ ചേട്ടൻ ഈ പറഞ്ഞ പോലെ മക്കൾക്ക് ഒരലും ഒലക്കയും നെല്ലൊക്കെ കൊണ്ട് കൊടുക്കുമോ? അല്ലെങ്കിൽ ചേട്ടൻ വീട്ടിലാണോ പ്രസവിപ്പിക്കാൻ പോകുന്നത്? അതായത് വീട്ടിലാണോ കുട്ടികളെ പ്രസവിക്കാൻ വേണ്ടി? എൻ്റെ മോളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട, മക്കളെ അഡ്മിറ്റ് ചെയ്യേണ്ട, വീട്ടിൽ തന്നെ പ്രസവം നോക്കിയാൽ മതി, വീട്ടിൽ വൈറ്റായിട്ടിനൊക്കെ സെറ്റാക്കി വെക്കുക പണ്ടത്തെ ആൾക്കാർ ചെയ്യാൻ പോലെ. ചേട്ടാ ഇല്ല, ഒരിക്കലും ചേട്ടനത് പറ്റില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞ വാക്കുകളത് ഭയങ്കര മോശമായിപ്പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടടങ്കം ചേട്ടൻ്റെ അമ്മേനെ പോലും, ഒട്ടടങ്കം സ്ത്രീനെ, ചേട്ടൻ്റെ ഭാര്യ, അമ്മ, അനിയത്തി, ചേച്ചിമാർ, ഈ ലോകത്തുള്ള ഇങ്ങനെ സ്ത്രീകളെ ഒട്ടടങ്കം ഒരു മോശമാക്കി, കളിയാക്കി, ആക്ഷേപിച്ച് പറയണ പോലത്തെ വർത്താനായിപ്പോയി ചേട്ടൻ പറഞ്ഞത്. ശരിയാണ്, പണ്ടത്തെ ആൾക്കാർ ആ ഒരു ഇതിൽ പറയണ്ടാവും. പക്ഷേ ഇപ്പോഴും ചേട്ടൻ ഈ സോഷ്യൽ മീഡിയ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇത്രയ്ക്ക് ഇതായിട്ട് പറയണ്ടായിരുന്നു. ഞങ്ങളൊക്കെ റിയാക്ട് ചെയ്യേണ്ട, അതായത് എനിക്ക് അമ്മയെ റിയാക്ട് ചെയ്യണമെന്നുണ്ടായി. പക്ഷേ എൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റാണ്ട് വരുന്നത്. അപ്പം എനിക്ക് എല്ലാം ഓക്കെ ആയിട്ടുണ്ടെങ്കിലും പറയണമെന്ന് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ചേട്ടാ, എൻ്റെ മോനെ ഞാൻ വിശേഷമായപ്പോൾ തുടങ്ങി, അതായത് അപ്പം തുടങ്ങി എൻ്റെ മോൻ വയറ്റിലായി വന്നപ്പോൾ തുടങ്ങി ഞാൻ അത്രയ്ക്ക്, അതായത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. സാക്രിഫൈസ് എന്നാണോ അതിനെ പറയേണ്ടത്? അല്ലെങ്കിൽ നമുക്ക് വയ്യാതാവും, ടയേർഡാവും. അത് മനഃപൂർവ്വം എടുക്കണം എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ടയേർഡാവണമെന്ന് വിചാരിച്ചിട്ടോ നമ്മൾ ഓൾറെഡി ടയേർഡാവും. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും ഒരുപോലെ അല്ലാട്ടോ. പക്ഷേ ഭൂരിഭാഗം സ്ത്രീകൾക്കും ബുദ്ധിമുട്ടുണ്ടാവും. ടയറായിട്ടുള്ളവർക്ക് മാത്രം ഒരു ബുദ്ധിമുട്ടില്ലാതെ ഫ്രീ ആയിട്ട് ഉള്ളൊരു സിറ്റുവേഷൻ ഉള്ളവരുണ്ട്. എനിക്കറിയാവുന്നവരുണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്. നമുക്ക് ഈ പറയുന്ന പോലെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്കുണ്ടായ കാര്യം ഞാൻ പറയാം. അപ്പോൾ എനിക്ക് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു, നല്ല ഒരു 4-5 മാസം വരെ വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കാൻ വരെയൊക്കെ പറ്റില്ല. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പരിപ്പ്, പയറ്, കടല ഇതൊന്നും പറ്റില്ല. ചിക്കൻ പറ്റില്ല, ബീഫ് പറ്റില്ല. അപ്പോൾ ഫ്രൂട്ട്സുകളെല്ലാം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പോരാതെ ഹസ്ബൻഡ് നാട്ടിലില്ല, എൻ്റെ അമ്മയ്ക്ക് അച്ഛനും ജോലിക്ക് പോകണം. അപ്പോൾ എൻ്റെ വീട്ടിൽ ചെന്നാലും ആരും ഉണ്ടാവില്ല. എൻ്റെ വീട്ടിലാണ്, ഞാൻ മാരേജ് കഴിച്ച് പോയ വീട്ടിലാണ്. എൻ്റെ അമ്മായിമില്ല, അമ്മായിമ്മ വയ്യാതെ മുന്നേ മരിച്ചു, കല്യാണത്തിന് മുന്നേ മരിച്ചു. അപ്പോൾ എൻ്റെ സിറ്റുവേഷൻ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി അറിയില്ലാത്ത ഫസ്റ്റ് പ്രശ്നം. പിന്നെ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യേണ്ട അവസ്ഥ. അപ്പോൾ ഭക്ഷണം വെക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത ബുദ്ധിമുട്ടൊക്കെ, അതൊക്കെ ഭയങ്കര മണം പോലും പറ്റണില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് ചേട്ടാ. ആ ഒരു പീരീഡ് തുടങ്ങി, പ്രഗ്നൻസിയുടെ പീരീഡ് തുടങ്ങി. അതായത് പ്രഗ്നൻസി എന്നല്ല, ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു കാര്യം പറയാല, 12 വയസ്സോ 10 വയസ്സോ തുടങ്ങി ചില കുട്ടികൾ പീരീഡ്സ് ആയി തുടങ്ങി. അങ്ങനെ തുടങ്ങി അവർക്ക് മാസം ഈ വയറുവേദന എന്ന് പറയുന്ന സംഭവം പല രീതിയിലും ഹോർമോൺ ചേഞ്ചിൻ്റെ ശരീരത്തിൽ പീരീഡ്സ് ആവണേക്കാൾ മുന്നേ ശരീരത്തിന് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പം അതൊക്കെ അന്നേ തരണം ചെയ്താണ് ഓരോ സ്ത്രീകൾ. അതായത് ശരീരത്തിൻ്റെ വേദന എന്ന് പറയുന്നത് ചെറിയ വേദന എന്നുള്ള ചേട്ടാ അന്നേ തുടങ്ങി. അങ്ങനെയൊക്കെ തന്നെയല്ലേ ഈ ഒരു ഇതില്ലെങ്കിൽ നിങ്ങൾ ആണുങ്ങളായാലും ഉണ്ടാവില്ല, പെണ്ണുങ്ങൾ. അതായത് ഗർഭപാത്രത്തിലാണ്, ഗർഭപാത്രം എന്ന് പറയുമ്പോൾ ചിലർ നിങ്ങളെപ്പോലത്തെ ആൾക്കാരുടെ ചേട്ടൻ പോലെ ഗർഭപാത്രം അത് അങ്ങോട്ട് ഉണ്ടായതുകൊണ്ടാണ് ഇത്ര വലിയത് പറഞ്ഞു. ചേട്ടൻ ഒരു ചെറിയ കാര്യമല്ല. ചേട്ടൻ ഇപ്പോൾ ജീവിച്ചിട്ട് ചേട്ടൻ ഈ ജീവനോട് ഈ വർത്തമാനങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് കാരണം എന്താണ്? ചേട്ടൻ വെറുതെ മുകളിൽ ഇങ്ങനെ പിടിച്ചോന്ന് പറഞ്ഞ് വന്നതല്ലല്ലോ. ചേട്ടൻ്റെ അമ്മ 9 മാസമോ ചേട്ടൻ ഇനി പെട്ടെന്ന് 1 മാസം കൊണ്ട് വന്നോന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് വന്നോന്ന് എനിക്കറിയില്ല മൂളിൽ നിന്ന്. എന്തായാലും എൻ്റെ അമ്മയൊക്കെ എന്നെ 9 മാസം വയറ്റിലിട്ട് നടന്നിട്ട് നന്നായി ബുദ്ധിമുട്ടിയിട്ടാണ്. എൻ്റെ അമ്മയ്ക്ക് പെയിൻ വന്നിട്ട് അതും പറ്റാണ്ട് അവസാനം സിസേറിയൻ ആക്കേണ്ട വന്നു. അപ്പോൾ അത്രയ്ക്ക് ഞങ്ങൾ രട്ടകളായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നു, ഇതുപോലെ തന്നെ എനിക്കും സിസേറിയൻ തന്നെയായിരുന്നു. അതായത് പ്രസവ വേദനയും വന്നിട്ടുണ്ടായിരുന്നു, സിസേറിയൻ ചെയ്യേണ്ടതെന്ന്. കാരണം എൻ്റെ മോൻ വയറ്റിൽ വെച്ചാൽ മോശം പോയി, അതായത് മഷി ഇറക്കാമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് എമർജൻസി ആയിട്ട് സിസേറിയൻ ചെയ്തെടുക്കേണ്ടി വന്നു. നോർമൽ ഡെലിവറിക്ക് വേണ്ടിയുള്ള എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായി. പെയിൻ രാത്രി ഒരു ദിവസം മുന്നേ എനിക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ വെച്ചിട്ട് വലിച്ചൽ വേദന പോലെ അടിയിൽ നിന്ന് ഇങ്ങനെ വലിച്ചൽ വേദന ഉണ്ടാവും. അങ്ങനെ പെട്ടെന്ന് വന്നിട്ട് നോക്കിയപ്പോൾ അടിയിൽ ബ്ലഡ് പോയി. അപ്പോൾ ബ്ലഡ് പോയപ്പോൾ പേടിച്ച്, വീട്ടിലുള്ളവരൊക്കെ പേടിച്ച്. ഞാനും ടെൻഷനായി. പക്ഷേ എങ്കിലും ഓവർ ടെൻഷൻ എടുക്കാൻ നിന്നില്ല. കാരണം ഓവർ ടെൻഷൻ എടുത്തു കഴിഞ്ഞാൽ വയറ്റിലുള്ള ബേബിക്ക് ബുദ്ധിമുട്ടാവോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം ഇതാക്കാൻ നിന്നില്ല. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഇതാക്കാന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഡോക്ടർ എന്നോട് കൂളായിട്ടാണ് പറഞ്ഞത്, കുഴപ്പമില്ല, ഡെലിവറിക്ക് വേണ്ടി സർവിക്കൽ ഓപ്പൺ ആയതാണ്, അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓക്കെ, സർവിക്കൽ ഓപ്പൺ ആയെന്ന് വെച്ചാൽ നോർമൽ ഡെലിവറി ആവുമല്ലോ. അപ്പോൾ എനിക്ക് അപ്പോഴേ തുടങ്ങി ഒരു ഇത് വന്നിട്ടുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡെലിവറിക്ക് വേണ്ടിയുള്ള മരുന്ന് ചെയ്യാനുള്ള രീതിയിൽ രാത്രി 12 മണിക്ക് റെഡിയായി, കുട്ടപ്പിയായി. അതായത് നമുക്ക് പറയാൻ പറ്റില്ല ചേട്ടാ, പ്രസവത്തിൽ ഈ പറഞ്ഞ പോലെ ഡോക്ടർമാർ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും മേ ബി
റയർ കേസായിട്ട് പണ്ടൊക്കെ ഒരുപാട് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രസവത്തിൽ. കാരണം അമ്മയും കുട്ടിയും പോകും ചിലപ്പോൾ അങ്ങനെ. പക്ഷേ എങ്കിൽ പോലും ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞ സംഭവം ഒരുപാട് മരണങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. റയർ കേസൊക്കെ വരുള്ളൂ ഇങ്ങനെ മരണപ്പെടുന്ന കേസുകൾ. അപ്പോൾ എങ്കിൽ പോലും അങ്ങനെ ഒരു ഇതിരിക്കണോണ്ട് ഏതൊരു സ്ത്രീയും പ്രസവിക്കാൻ പോകുമ്പോൾ എല്ലാവരും ഒരുപാട് പ്രാർത്ഥിക്കും അമ്മയും കുട്ടിയും നല്ല രീതിയിൽ കിട്ടണമെന്ന്. അപ്പോൾ അങ്ങനെ ഞാനും അപ്പോൾ പ്രസവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തയ്യാറെടുത്തു, അങ്ങനെ സ്വന്തം ഇതുകൊണ്ടൊക്കെ തയ്യാറെടുത്ത് എൻ്റെ സ്വന്തക്കാരായാലും എൻ്റെ ബന്ധുക്കളായാലും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരുപാട് നല്ല മനസ്സുള്ള ആൾക്കാരുണ്ട്. അവർക്കും ഭയങ്കര കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവരും കുറേ പേര് പ്രിൻസി ആൻറ്റിയും ഫാമിലിയും അവർ വന്നിട്ടുണ്ടായി. രാത്രി 12 മണിക്കിട്ട് മരുന്നൊക്കെ. അപ്പോൾ അതൊക്കെ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ ചേട്ടാ നമുക്ക് ഇപ്പോഴും കരച്ചിൽ വരികയാണ്. കാരണം നമ്മളത്രയും ഞാനല്ല ഞാൻ മാത്രമല്ല ചേട്ടൻ്റെ വർത്താനം കേട്ടിട്ട് എന്തോരം സ്ത്രീകൾക്ക് മനസ്സ് ചേട്ടനോട് ദേഷ്യവും വിഷമവും തോന്നിയിട്ടുണ്ടാവും അറിയോ. ഒരാൾക്കല്ല ചേട്ടാ, എത്ര സ്ത്രീകൾക്ക്. കാരണം അത്ര നാൾ അനുഭവിക്കണം ആ ഒരു ഇതും, പിന്നെ ഇത്രയും ഇതായി അത്രയും ശരീരത്തിൻ്റെ ചോരയും നീരും ഒക്കെയാണ് ചേട്ടാ കുഞ്ഞെന്ന് പറയുന്നത്. ചേട്ടൻ പോലും ചേട്ടൻ ഇപ്പം നിൽക്കണ ചേട്ടൻ പോലും ചേട്ടൻ്റെ അമ്മേരെ ചോരയും നീരുമാണ് അറിയോ. എന്നിട്ട് ആ ഒരു ദിനം ചേട്ടൻ വിലയില്ലാത്ത പോലെ സംസാരിച്ചത് അറിയോ. ശരിയാണ്, ഒരാണിൽ നിന്നാണ് കുഞ്ഞ് വയറ്റിലേക്ക് എത്തുന്നത്. അത് എത്തിക്കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാം ചോരയും നീരും എല്ലാം അമ്മയല്ലേ ചേട്ടാ. നിങ്ങൾ എന്ത് വർത്താനം പറയണത്. സുഖമായി പോയി ചേട്ടാ. എനിക്ക് എന്താ പറയുക, ചേട്ടാ വിളിക്കണത് എന്തുകൊണ്ടാണെന്നറിയോ, ഒരു ഇത് വേണ്ടാന്ന് വെച്ചിട്ടാണ്. മര്യാദ എന്നുള്ള രീതിയിലാണ് പറയാൻ സംസാരിക്കുന്നത്. ഇനിയെങ്കിലും ചേട്ടൻ ഇങ്ങനത്തെ പറയാം. ചേട്ടൻ 2 മക്കളാണ്, അവരും പ്രസവിക്കും, അവർക്കും ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടതാണ്. ചേട്ടൻ്റെ മക്കളോട് ഇതുപോലത്തെ വർത്താനം പറയും ചേട്ടാ. ചേട്ടൻ ചിലപ്പോൾ ഇത് ജോക്കായിരിക്കും ചേട്ടൻ വൈഫിനോട് പറയുന്നുണ്ടാവും. ചേച്ചീനെ കളിയാക്കിയിട്ടുള്ള രീതിയിൽ വർത്താനം പറഞ്ഞാലും ആ ചേച്ചി അതൊരു വിഷമമില്ലാത്ത പോലെ ഇരിക്കുന്നുണ്ടാവും. ചേച്ചിക്ക് ചിലപ്പോൾ അത് അങ്ങനത്തെ ജോക്കുകൾ ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ടോക്കുകൾ ഇഷ്ടമായിരിക്കും. പക്ഷേ എല്ലാവർക്കും അത് ഇഷ്ടമാവുന്നില്ല. എല്ലാവരും അതുപോലെ കേട്ടിരിക്കും. ചേട്ടൻ്റെ വൈഫ് ചിലപ്പോൾ കേട്ടിരിക്കുമായിരുന്നു ചേച്ചി. അപ്പം പിന്നെ ഞാൻ പറയാം, എൻ്റെ കാര്യത്തേക്ക് വരാം. അപ്പോൾ രാത്രി ഞാൻ മരുന്നിട്ട് ഇതാക്കി, പിന്നെ സർവിക്കൽ ഒന്നുകൂടി ഓപ്പൺ ആവാനുള്ള ഒരു ട്യൂബിൻ്റെ അത് ഇൻസേർട്ട് ചെയ്ത് ഡോക്ടർ പറഞ്ഞേച്ചു. അപ്പോൾ ഇത് തനിയെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള സാധനം തനിയെ പുറത്തേക്ക് വരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോർമൽ ഡെലിവറി വേഗം നടക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഇത് പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ രാത്രി ഇട്ടതാണ്. അപ്പോൾ പെയിൻ എന്ന് പറയുന്നത് അപ്പോഴേ നമുക്ക് വരുന്നത്. പ്രസവവേദന വന്നുകൊണ്ടിരിക്കും, വന്നും പോയിരിക്കും. അത് വന്നും പോയിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ സിമ്പിളായി പറയുന്നത് വന്നും പോയി. അതിൻ്റെ വേദനയാണ് ചേട്ടാ നമ്മളുടെ എല്ല് ആണ് അകലണത്. അതൊക്കെ ഒന്നും ചെറിയ കാര്യമൊന്നുമില്ല. അത് ഉണ്ടാവണ പെയിനും കുഞ്ഞതല്ല ചേട്ടാ. അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ സഹിക്കാനുള്ള ഇത് സ്ത്രീകൾക്ക് കൊടുക്കും. വേറെ ഒന്നുമല്ല, നമ്മുടെ കുഞ്ഞ് നമ്മൾ ഇത്രയും നാൾ വയറ്റിൽ കുഞ്ഞ് വരാൻ പോണ ആ ഒരു സന്തോഷത്തിൽ നമ്മളതൊക്കെ ഇതാക്കും. ഞാൻ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തുള്ള അമ്മ, കാരണം എനിക്കത് അറിയാം. എനിക്കെന്നല്ല, ജന്മം കൊടുത്തുള്ള ഓരോ അമ്മമാർക്കും അതറിയാം. ഇത് മനസ്സിലാക്കാത്ത അമ്മമാരും ഉണ്ട് കേട്ടോ. പല വേണ്ടാത്ത ബന്ധങ്ങൾ കൊണ്ടുനടക്കുന്ന അമ്മമാർക്കൊന്നും അതിനുള്ള ഇതൊന്നും ഉണ്ടാവില്ല. അവരൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഞാൻ പറയുന്നത്. അല്ലാത്ത അമ്മമാരുണ്ട്, മക്കളുടെ അത്രയും ഇതുള്ള ഫാമിലിക്കൊന്നും ഇങ്ങനെ മോശം സ്ത്രീകളില്ലാന്നല്ല പറയാം. ഞാൻ അവരൊന്നും ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എങ്കിൽ പോലും പറയാണ്. അപ്പോൾ ഞാൻ മരുന്ന് ചെയ്ത് എനിക്ക് പെയിൻ വരുന്നുണ്ട്. എൻ്റെ അടുത്തുള്ള ഓരോരുത്തർ പോയി പ്രസവിക്കണം. അപ്പോൾ എനിക്ക് രാവിലെ 9 മണിക്ക് ആവാറായി. അപ്പോഴും എൻ്റെ ഡെലിവറി കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഡോക്ടറാണെങ്കിൽ എൻ്റെ ഡോക്ടർ വരണുള്ളൂ. കാരണം അറിഞ്ഞാൽ ആ ടൈം ആകുമ്പോഴേ ഡോക്ടർ വിളിക്കുള്ളൂ. അപ്പം ഡോക്ടർ വന്ന് അപ്പോൾ അടുത്ത് വിളിക്കാൻ ആദിത്യ. അപ്പം ഞാൻ മാത്രമായി അവിടെ. ഞാൻ കാണേണ്ട ഓരോരുത്തരെ കൊണ്ടുപോകുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. നല്ല ഡോക്ടറാണ്, ബിന്ദു മേഡാണ്. എനിക്ക് ഭയങ്കര വിശ്വാസമാണ് മേഡത്തിന്. വേറെ ഒന്നുമല്ല, എനിക്ക് എൻ്റെ മോൻ എൻ്റെ ഡോക്ടർ വേഗം വന്നിട്ട് എന്നോട് നഴ്സുമാരോട് ആദിത്യനെ കയറ്റിയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവിടെ എടുക്കണം. അപ്പോൾ വേഗം കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വേഗം കൊണ്ടുവന്ന് ഞാൻ ഇപ്പോൾ പെയിൻ വരുന്നുണ്ടെന്ന് നഴ്സുമാരോട് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് നോക്കുമ്പോൾ ഞാൻ കരയണമെന്നില്ല. ഞാൻ മൈൻഡ് സെറ്റായി എടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ അലർമാറിയിട്ട് കരയാത്തത്. പക്ഷേ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, എന്നെ കൊണ്ടുപോയി. പിന്നെ ഞാൻ പറയാമല്ല, ഞാൻ എൻ്റെ കണ്ണുകൊണ്ടുണ്ടാണ് ഈ ഇതിൻ്റെ ഉള്ളിലത്തെ ഇത് വെള്ളം, അതായത് പ്ലാസിൻ്റെ വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ അത് കുത്തിയിട്ട് എടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് എന്നോട് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ മര്യാദയ്ക്ക് ഡോക്ടർക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന പൊസിഷനിൽ തന്നെ കറക്റ്റ് എടുക്കണം. അപ്പോൾ കാല് 2 സൈഡിലേക്ക് നീക്കി ഞാൻ അങ്ങനെ ഡോക്ടറിന് ചെക്ക് ചെയ്യാൻ എടുക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ഒന്ന് ആലോചിച്ച് വയ്ക്കണം, അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട ധൈര്യം കുറച്ചൊന്നുമല്ല കേട്ടോ. നമ്മുടെ മുന്നിൽ ചെറിയ ഇതുകളൊന്നുമല്ല, നീഡിലുകളൊന്നുമല്ല. എൻ്റെ കൈവിൻ്റെ സത്യം പറയാൻ എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഇത്രയും നീളമുണ്ടാവും. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയും നീളമുള്ളൊരു വലിയ സൂചി പോലത്തെ വടി, വലിയ ഒരു സൂചി ഇത്രയുണ്ട്. ഈ സാധനം ഇതിങ്ങനെ വെച്ചിട്ട് ഹോളിലേക്ക് ഉണ്ണീരെ ഇതിലേക്ക് പൊട്ടിക്കാൻ വേണ്ടി കയറ്റി. ഇത് പൊട്ടിക്കാനാണ് എന്തായാലും അത് ഇൻസേർട്ട് ചെയ്ത് അത്ര വലിയ സാധനം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഒരു സൂചി പോലെ ഇങ്ങനെ ചെറുത്, അതാണ് നീളമുള്ള സൂചി. എന്നിട്ട് ഇത് ഇൻസേർട്ട് ചെയ്ത് നഴ്സുമാർക്കും ഡോക്ടർമാർക്കും ഇത് കേൾക്കുകയാണെന്ന് മനസ്സിലാവും എന്താണ് നമുക്കറിയില്ലല്ലോ. ഇത് കയറ്റിയിട്ട് വേഗം പൊട്ടിച്ചിട്ട് മൊത്തമല്ലെങ്കിൽ ഒരു ചെറിയ പൊട്ടിക്കൽ പൊട്ടിച്ച് എന്നിട്ട് നേരെ വെള്ളം കയ്യിലെടുത്തിട്ട് ഇങ്ങനെ നോക്കി. എന്നിട്ട് പറയാം, ആദിത്യ നമുക്ക് വേഗം സിസേറിയൻ ചെയ്യണം. ഉണ്ണി കണ്ടോ, ഇവിടെ കളർ കണ്ടോ, ഗ്രീൻ കളർ പോലെ ഉണ്ണി മോശം പോയിട്ടുണ്ട്, അതായത് മെഷ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും പെട്ടെന്ന് എമർജൻസി ആയിട്ട് നമുക്ക് സിസേറിയൻ ചെയ്യണം. അപ്പം ഇത് കേട്ടതല്ല, ഞാൻ പാനിക് ആവുന്നില്ല. കാരണം എൻ്റെ മൈൻഡിൽ ഞാൻ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നോർമൽ ഡെലിവറി എന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ എങ്കിൽ പോലും ഞാൻ അപ്പം വേഗം
കുറേ പേര് ടെൻഷൻ അടിക്കാറുണ്ട്. ഫസ്റ്റ് ഡെലിവറി ആണ് എൻ്റെ. പക്ഷേ എങ്കിൽ പോലും ഞാൻ ആലോചിക്കുന്നത് ഞാൻ ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടീനെ ഒന്നും കൂടി ബാധിക്കും. അപ്പോൾ അവനെ സേഫ് ആക്കണം. അവനാണ് അവളൊന്നും എനിക്കറിയില്ല. എൻ്റെ കൊച്ചിനെ സേഫ് ആക്കണം. അപ്പോൾ അതുകൊണ്ട് ആദിത്യ മനസ്സ് സെറ്റാക്കി വെക്കി. എന്തായാലും ഇത് പെയിൻഫുള്ളുള്ള കാര്യമാണ്. അപ്പോൾ നീ ഓക്കെ ആവണം എന്നുള്ളത് എന്നോട് തന്നെ ഞാൻ പറഞ്ഞ് മൈൻഡ് സെറ്റാക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഡോക്ടർ ചെയ്തോ, ഒന്നും നോക്കണ്ട, വേഗം ചെയ്തോ, എനിക്ക് കുഴപ്പമില്ല, വേഗം ചെയ്തോ, ഇങ്ങനെ സേഫാക്കി വേഗം എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വേഗം എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ അമ്മേനെ വിളിക്കെത്തി. അമ്മനോട് കൈയൊക്കെ കൊടുത്തു. പിന്നെ ഹസ്ബൻഡിനെ ആ ചെറിയൊരു ഇതിൽ കൂടെ കാണിച്ച് വരാനുള്ള രീതിയിൽ ഇങ്ങനെ കാണിച്ച് അവരെല്ലാവരും ടെൻഷനായി. പെട്ടെന്നാണല്ലോ ഇങ്ങനെ ഇതാക്കിയത്. അങ്ങനെ കയറ്റി കയറി. അപ്പോഴാണ് അനസ്തേഷ്യ ഡോക്ടർ എത്തിയിട്ടില്ല. അതായത് പെട്ടെന്നൊരു പ്രസവം എടുക്കുന്നുള്ള ഒരു ഇതൊന്നും ഉണ്ടായില്ലല്ലോ. പെട്ടെന്ന് എമർജൻസി അല്ല വന്നത്. അപ്പോൾ ഡോക്ടർ വരാൻ വെയിറ്റ് ചെയ്ത് എറണാകുളത്ത് നിന്ന് വരണം. ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ. അപ്പോൾ എറണാകുളത്ത് നാളെ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഒരുപാട് വൈകിൽ ആളെത്തി. അരമണിക്കൂറിൻ്റെ ഉള്ളിൽ എത്തി. അപ്പോൾ അത്ര നേരം എൻ്റെ കൊച്ചാണെങ്കിൽ വയറ്റിക്ക് എടുക്കായിരുന്നില്ലേ. അപ്പോൾ ടെൻഷനുണ്ട്, പെയിനുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ അനസ്തേഷ്യ ഡോക്ടർ വന്ന് മൊത്തം ഡ്രസ്സൊക്കെ അതിന് മുന്നേ ചേഞ്ച് ചെയ്ത് നമ്മളുടെ മേത്ത് ജസ്റ്റ് ഒരു ക്ലോത്ത് പോലത്തെ ഒരു കെട്ടണം മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഫുള്ള് നേക്കഡ് ആയിരിക്കും. കാരണം സർജറിക്കുള്ള ഡ്രസ്സ് അതായിരിക്കും. നമുക്ക് യൂഷ്വലി അവിടുത്തെ റൂമിൻ്റെ സ്റ്റാഫുകൾ ഉണ്ടാവും, നഴ്സുമാരുണ്ടാവും, ഡോക്ടർമാർ ചിലപ്പോൾ 1-2 പേരുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും റൂം ഉണ്ടാവുക. അപ്പം എല്ലാവരും ഉണ്ടാവും. നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എല്ലാ സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ കിട്ടുക. അതൊന്നും പറയാനില്ല. അടിപൊളി ഹോസ്പിറ്റലാണ്. എല്ലാ ഡോക്ടർമാരും ഈ പറഞ്ഞ പോലെ അസിസ്റ്റൻ്റ് ചെയ്യണ, ജോലി ചെയ്യണം, എല്ലാവരും ആയാലും നല്ലതാണ്. അപ്പം കയറ്റി. അത് കഴിഞ്ഞിട്ട് എന്നെ അനസ്തേഷ്യ കൊടുക്കണ്ടേ. അനസ്തേഷ്യ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വയറ് വെച്ചിട്ട് നമ്മളെ വളച്ച് കുത്തിയിരുത്തും. അപ്പോഴും നമുക്ക് വേദന ഉണ്ടോയെന്ന് വെച്ചാൽ നല്ല വേദനയുണ്ട്. പക്ഷേ എങ്കിൽ പോലും എന്താ പറയുക, ഇങ്ങനെ പറഞ്ഞിട്ട് അത് അനുഭവിക്കണം. അപ്പം ഞാൻ ഇങ്ങനെ വളച്ച് കുത്തി ഇങ്ങനെ ഇരുത്തും കേട്ടോ. അപ്പോൾ എനിക്ക് വേദനിക്കണോ അല്ലെങ്കിൽ ആണോ എന്താണെന്ന് എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ. ഞാൻ ഫുള്ള് എൻ്റെ കോൺസെൻട്രേഷൻ കൊച്ച് സേഫായിട്ട് വരണം മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് അതൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇത്രയും പറയണ എല്ലാവരും അനസ്തേഷ്യ കുത്തിവയ്ക്കുമ്പോൾ ഭയങ്കര പെയിൻ ആയിരിക്കും, വേദന. പിന്നെ ആ വേദന എനിക്ക് ഫീൽ ചെയ്തില്ല. അത് ഫീൽ ചെയ്തോന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അത്രയും എനിക്ക് എൻ്റെ കൊച്ച് സേഫായി വരണം എന്നുള്ള ചിന്തയിലുണ്ടല്ലോ. അത്രയും ഉള്ള പെയിൻ പോലും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. കാരണം ഓൾറെഡി നല്ല വേദന ഉണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ മൈൻഡൊക്കെ എൻ്റെ കൊച്ചിൻ്റെ ഇതിലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫുള്ള് ധരിച്ച് ഇവിടെ വർത്താനം പോലും കുഴഞ്ഞ സംസാരമായി. അതങ്ങനെ ആവുള്ളൂ. നമ്മളൊരു എന്താ പറയുക, മത്ത് പിടിച്ച അവസ്ഥയിൽ പിന്നെ നമ്മളെ ആരും എവിടെ തൊട്ടാലറിയില്ല. പിന്നെ കയ്യുമൊക്കെ കുറച്ച് ആ സമയത്ത് സർജറി ചെയ്യുമ്പോൾ ആരൊന്നും ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ധരിച്ചെടുത്തായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളെ കയ്യുമ്പോൾ പിടിക്കുമ്പോൾ തിരിച്ച് അറിഞ്ഞു തുടങ്ങും. അപ്പം അനസ്തേഷ്യ ചെയ്യണത് ഡേഞ്ചർ ആട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അനസ്തേഷ്യയുടെ ഇടയിൽ ഓവർഡോസ് ആയി കഴിഞ്ഞാൽ അതും ഉണ്ട് പ്രശ്നം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സിമ്പിളാണോ ചേട്ടാ ഇതൊക്കെ? ഒരു സ്ത്രീ അമ്മയാവാൻ തയ്യാറാവാന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത് ജീവൻ പോകണതിൻ്റെ തുല്യം തന്നെയാണ് ചേട്ടാ. അപ്പോൾ ഇതിന് ഇത്രയും വില കുറച്ച് ചേട്ടൻ കാണല്ലേ. പണ്ട് ഒരുപാട് അമ്മമാർ മരിച്ചിട്ടുണ്ട്. അമ്മയെ മരിച്ചിട്ടുണ്ട്, കുഞ്ഞിനെ മരിച്ചിട്ടുണ്ട്. അമ്മയെ കിട്ടാണ്ട് കുഞ്ഞിനെ കിട്ടിയതുണ്ട്, കുഞ്ഞിനെ കിട്ടിയിട്ട് അമ്മയെ കിട്ടാത്തതുണ്ട്. അപ്പോൾ ചേട്ടൻ ഇനിയെങ്കിലും ചേട്ടനെ പോലെയുള്ള ചിന്താഗതികൾ ഒരു കാണുന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ എന്തിട്ട് മനുഷ്യന്മാരാണ് നിങ്ങൾ. അങ്ങനെ എൻ്റെ ചെവി അടങ്ങി എനിക്ക് അസ്വസ്ഥതയായിട്ട് വിഷമം തോന്നണം. അങ്ങനെ അവസാനം ഞാൻ ഈ സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഉണ്ടായ അനുഭവം ഉണ്ടാകും. പലർക്കും പലതായിരിക്കാം, പക്ഷേ എനിക്ക് ഉണ്ടായ അനുഭവം എൻ്റെ ഇങ്ങനെ ഹൃദയം അവരെന്നോട് പറഞ്ഞു നമുക്ക് വേദന ഉണ്ടാവില്ല, പക്ഷേ എങ്കിലും പ്രഷർ അറിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാവേണ്ട, ടെൻഷൻ അടിക്കേണ്ട, പ്രഷർ അറിയുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് പല്ല് പറിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുണ്ടാവുന്ന ഒരു പ്രശ്നമില്ല. അതൊരു ഇത്രയുള്ള പല്ല് പറിക്കുമ്പോഴല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ വയറ്റിൽ കുഞ്ഞിനെ 7 ലെയറോളം മുറിച്ചിട്ടാണ് ഈ സാധനം എടുക്കുന്നത്. അതായത് നമ്മുടെ ഈ കുഞ്ഞിനെ വയറ് മുറിച്ചിട്ട് ആണ് നമ്മുടെ കുഞ്ഞിനെ എടുക്കുന്നത്. അപ്പം സാധനം എടുക്കുമ്പോൾ ഇത്രയുള്ള ഹോളായിരിക്കും ഇടുക. ഹോളിൽ കൂടെ ഒരു കൈ ഇതാക്കിയിട്ട് ഇങ്ങനെ എടുക്കുന്നത്. അപ്പം എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഈ ഹൃദയമില്ലേ അതിങ്ങനെ ഇളക്കി എടുക്കൂലേ. അല്ലേടോ, ശരിക്കും അതല്ലേടോ. ഒരമ്മയ്ക്ക് കുഞ്ഞെന്ന് പറയുന്നത് സ്വന്തം ജീവനാണ്. അപ്പോൾ അത്രയ്ക്ക് ഇതായിട്ടാണ് ആ അമ്മ, പ്രസവം ആയിക്കോട്ടെ സിസേറിയൻ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഇത്രയും വില കുറച്ച് ചേട്ടൻ കാണരുത്, ചേട്ടനെ പോലെയുള്ള ആൾക്കാർ. അപ്പം എൻ്റെ കുഞ്ഞിനെ അവരപ്പം തന്നെ വേഗം ഇങ്ങനെ തുടച്ചിട്ട് ആ മുഖൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയത് സന്തോഷമായിട്ടാ. കാരണം എൻ്റെ കുഞ്ഞ് സേഫായി എത്തി. എന്നിട്ട് ഞാൻ എൻ്റെ നെറ്റത്ത് ഇങ്ങനെ സൈഡിൽ ഉമ്മ അവർ വേഗം കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ തുണി കെട്ടിക്കൊണ്ടിരിക്കണ്ട എൻ്റെ വയറ്. ഇതൊന്നും അറിയണില്ല, തുണി ധരിച്ചെടുക്കല്ലേ. ഞാൻ ഞാൻ പറയണ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ സർജറി ചെയ്യാൻ കുട്ടീനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് ഡോക്ടറെ എടുത്തോ, കുഴപ്പമൊന്നുമില്ല, എനിക്ക് നല്ല ധൈര്യമുണ്ട്, ഡോക്ടറിന് നല്ല വിശ്വാസമാണ്, എനിക്ക് നല്ല ധൈര്യമാണ്. തുന്നി കെട്ടുന്ന സമയത്ത് ഞാൻ സന്തോഷത്തിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അങ്ങനെ പറയുന്നറിയില്ല, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഡോക്ടറിന് ആദ്യം ഞാൻ തുന്നി കെട്ടിക്കൊണ്ടിരിക്കുന്നത് മിണ്ടാതിരിക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഡോക്ടറെ ഞാൻ മിണ്ടാതിരിക്കാന്ന് പറഞ്ഞു. ഞാൻ അടക്കുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് എനിക്ക് സംസാരിക്കുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ആദ്യമായിട്ട് ചെയ്യാൻ നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും ഞാൻ എക്സൈറ്റ്മെൻറ്റിലാണ്. എൻ്റെ കുഞ്ഞ് വരാൻ പോകുന്നത് സേഫ് ആയിരിക്കും. അവരിങ്ങനെ മഷിയിട്ടതുകൊണ്ട് എനിക്ക് ആ ടെൻഷൻ ഉണ്ടാകും, സേഫാണെന്നുള്ള കേൾക്കാനുള്ളത് സേഫാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് നന്ദിയുണ്ട് ഡോക്ടറിനോട്, ബിന്ദു മാഡത്തിനോട്, കൊടുങ്ങല്ലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഡോക്ടറാണ് ബിന്ദു മാഡം. അപ്പോൾ മാഡത്തിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എനിക്കെന്നല്ല എല്ലാ പേരൻസിനും എല്ലാ അമ്മമാർക്കും ഇതുപോലെ ജീവൻ രക്ഷിക്കണം, ജീവൻ രക്ഷിച്ചെന്നല്ലേ പറയേണ്ടത്. അമ്മമാർ അമ്മയുടെ ജീവനും കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ച് എല്ലാം
എല്ലാ പാരൻസിൻ്റെ ഭാഗത്തു നിന്നുമാണ് ഞാൻ നന്ദി പറയുന്നത് ടൈപ്പ്. അപ്പോൾ ഞാൻ എന്നിട്ട് എന്നെ ഇനി കൊണ്ടുപോകണത് അറിയേണ്ടത് നിങ്ങൾ. എണിക്കാനൊന്നും പറ്റില്ല. കിടന്ന ഇതിൽ തന്നെ ബെഡ്ഷീറ്റ് 3-4 പേര് നമ്മൾ അങ്ങോട്ട് കൊടുക്കും പിടിച്ചിട്ട് ഒരു ഇതിന് സ്ട്രെച്ചറിക്ക് ഇങ്ങനെ കിടത്തുന്ന അതിലേക്ക് ഇങ്ങനെ എടുത്ത് വെച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോണ്ടല്ല കൈയും കാലൊന്നും വരെയാക്കി അനങ്ങത്തില്ലല്ലോ. അപ്പം കൈയൊക്കെ അവരിങ്ങനെ പിടിച്ചിട്ട് നോക്കും. ഞാൻ പറയുന്നത് മാഡത്തിനെ വിളിക്കോ, മാഡത്തിനെ വിളിക്കോ. അപ്പം ബിന്ദു മേഡം വന്നു. അല്ലെങ്കിൽ ഞാൻ മാഡത്തിൻ്റെ കൈയൊന്നും പിടിച്ചൊരു എടുത്തിട്ട് പറഞ്ഞു എൻ്റെ ദൈവമാണ്. ആ ഫീലിങ്സൊക്കെ ഇല്ലേ, എന്താ പറയുക, നമ്മുടെ കുഞ്ഞിനെ തന്ന, അതായത് നമ്മുടെ കുഞ്ഞിനെ അത്രയും ഒരു ഇങ്ങനത്തെ അവസ്ഥയിലാണ് ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനത്തെ അവസ്ഥയിൽ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും വീട്ടിൽ? ഇങ്ങനത്തെ അവസ്ഥ വന്നാൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യും? കുഞ്ഞ് മരിച്ചു പോകുമോ? ഞങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾക്ക് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ചേട്ടാ ഇതൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. ഞാൻ വീട്ടിൽ പ്രസവിച്ചിരുന്നെങ്കിൽ ഇതുപോലെ എൻ്റെ കൊച്ചിനെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. ചേട്ടാ പറയുന്നതൊക്കെ ഒന്ന് ആലോചിച്ചും ചിന്തിച്ചൊക്കെ പറ. എനിക്കെൻ്റെ ദൈവത്തിൻ്റെ തുല്യം തന്നെയാണ് ആ ഡോക്ടർ. കാരണം ആ ഡോക്ടർ അപ്പോൾ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടി പോയാനെ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്നെ റൂമിലേക്ക് കൊണ്ടുവന്ന് കുഞ്ഞ് സേഫാണ്. പക്ഷേ എനിക്ക് വിറവ് മാറുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ വരച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനെ വരച്ചോണ്ടിരിക്കുക. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇങ്ങനെ എനിക്ക് വർത്താനം പറയാൻ പറ്റില്ല. ഇങ്ങനെ വരച്ചോണ്ടിരിക്കുന്നു പിടിഞ്ഞു. അപ്പോൾ ഇത് ഉണ്ടായിട്ടുള്ളവരുണ്ട്, ഉണ്ടാവാത്തവരുണ്ട്. പ്രസവം കഴിഞ്ഞ് അനസ്തേഷ്യ ചെയ്തെങ്കിൽ ഇതിൻ്റെ അത് വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് സാധാരണ എല്ലാവരും പ്രസവം കഴിഞ്ഞിട്ട് എൻ്റെ ചേച്ചിക്ക് ഇതിനേക്കാളും ഉണ്ടായിട്ടുണ്ട് വേറെ കേട്ടോ. എൻ്റെ വലിയ നോക്ക് ചേച്ചി വിറച്ച് ഒരു സൈഡിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയും. എനിക്ക് എൻ്റെ സിസ്റ്റർ ഇങ്ങനെ കാണാൻ ഉള്ളിലേക്ക് വന്ന് എന്നിട്ട് എൻ്റെ വിറയിൽ കണ്ടവൾ കരഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ വാങ്ങിക്കിട്ടാണ് നീ നോക്കുന്നത് പറഞ്ഞപ്പോൾ അവൾ വിചാരിച്ച് ഞാൻ മരിച്ചു പോകുമെന്ന് വിചാരിച്ചു. അതുപോലെയായിരുന്നു ഞാൻ വരയ്ക്കേണ്ടായിരുന്നത്. ഞാൻ നോക്കിയിട്ടാവും ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അവൾക്ക് കൊടുത്ത് ഞാൻ പോകണമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഇപ്പം ഞാൻ ചിരിക്കണം. പക്ഷേ എങ്കിൽ പോലും അന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറയാം. അപ്പം അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എന്നെ ഡിസ്ചാർജ് ചെയ്തത്. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് അലർജികളുണ്ടായി കുറച്ച് മരുന്നിന്. അപ്പോൾ കാലിനൊക്കെ നീര് പോകുന്നുണ്ടായിരുന്നില്ല, മുഖത്ത് നീര് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രസവമൊക്കെ കഴിഞ്ഞ് റൂമിക്കാണെങ്കിൽ മാറ്റാണെങ്കിൽ പോലും നമ്മൾ റൂമിക്ക് മാറ്റണം പോട്ടെ, നമ്മൾ അവിടെ കിടന്നോടത്തുനിന്ന് ഇങ്ങനെ ഇത്രയും തിരിയാൻ വേണ്ടിയിട്ട് വേദനയായിരിക്കും. പിന്നെ നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് പറയണമെന്നുള്ളൂ നോർമലിന്, പക്ഷേ അത് എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ പ്രസവം കഴിഞ്ഞിട്ട് എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്ന കുറച്ച് ചേച്ചിമാർ പ്രസവം നോർമൽ ഡെലിവറി ഉണ്ടായി. അവർ നടന്നു പോകണം കണ്ടിട്ടും എനിക്ക് ഈ പറഞ്ഞ പോലെ വിഷമം തോന്നി. വേറെ ഒന്നുമുണ്ടല്ല, നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന സ്ഥലത്ത് അതിൽ കൂടെയാണ് ഉണ്ണി വരുന്നത്, പീരീഡ്സിൻ്റെ ഹോളിൽ കൂടെയാണ് വരുന്നത്. അപ്പോൾ ആ ഹോളിൽ കൂടെ വരുമ്പോൾ ഇതിന് വികസിക്കാൻ കഴിവുണ്ടെങ്കിൽ പോലും ഉണ്ണികളുടെ തലയും കാര്യങ്ങളൊക്കെ പോലെ ഇരിക്കും. അപ്പോൾ ആ വലിപ്പ കൂടുതലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ വശം കട്ട് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ ഈ കട്ട് ചെയ്താൽ അത് 3-4-5 സ്റ്റിച്ചൊക്കെ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ 3-4-5 സ്റ്റിച്ച് കട്ട് ചെയ്യാന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പോൾ ആ വശത്ത് കൂടെ തന്നെ യൂറിൻ പാസ് ചെയ്യണം, ഉണ്ടാവണം, നീറ്റം വരണം, അവിടെ ഇൻഫെക്ഷൻ വരാണ്ട് നോക്കണം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ചേട്ടാ, മനസ്സിലായോ? കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെറിയ കാര്യമാണെന്നാണ് ചേട്ടൻ പറയുന്നത്. ചേട്ടനല്ല, ചേട്ടൻ്റെ പോലത്തെ ആൾക്കാരും പിന്നെ പഴയ കാലത്തെ കുറേ വലിയമാരും അമ്മായിമാരും ഒക്കെ പറയുന്നുണ്ടായിരുന്നു വർത്താനം. അപ്പം നിങ്ങൾക്കൊക്കെ ഇത് ചെറുതായിരിക്കും, ഞങ്ങളൊക്കെ ഉള്ളവർക്ക് എന്തായാലും ഇത് ചെറിയ കാര്യമല്ല. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹെൽത്ത്, അത് ഭയങ്കര പെയിൻ, ബാക്ക് പെയിൻ കാര്യങ്ങൾ. ഉണ്ണിക്കിപ്പോൾ 2 വയസ്സാവാൻ പോകും ജൂലൈയിൽ. അപ്പോൾ ഇപ്പോൾ പോലും എനിക്ക് ബാക്ക് പെയിൻ മാറിയിട്ടില്ല. അതായത് ഒരുപാട് നേരം ഉണ്ണിനെ എടുത്ത് ഫുള്ള് നമ്മൾ നിൽക്കുന്ന കഴിഞ്ഞാൽ നമുക്ക് തണ്ടലൊന്നും കുറച്ച് നല്ല കഴിക്കാൻ നല്ല കുഴപ്പമായിരിക്കും. അപ്പോൾ നീർന്ന് ചിലപ്പോൾ ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ നിൽക്കാൻ അങ്ങനെ കുറേ നമ്മുടെ ബോഡി മൊത്തം ഇപ്പം നമ്മുടെ സ്കിന്ന് കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ. പിന്നെ പോരാണ്ട് നമ്മൾ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് രാത്രി നമ്മൾ പാല് കൊടുക്കുന്ന സമയത്ത് ഉറങ്ങാൻ പാടില്ല. പാല് കൊടുക്കുന്ന സമയത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ അറിയാണ്ട് നമ്മുടെ മുല കിട്ടുന്ന സമയത്ത് നമ്മളുടെ അത് ബ്രസ്റ്റ് അമിങ്ങി കഴിഞ്ഞാൽ മരണം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. മുലപ്പാൽ പോയി കഴിഞ്ഞാൽ മരണം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ ഉറങ്ങാണ്ടാണ് പാല് കൊടുക്കുക. 6 മാസം വരെയും എൻ്റെ കുഞ്ഞ് മുലപ്പാൽ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. വേറെ ഒരു ഫുഡോ കാര്യങ്ങളോ അവൻ കൊടുത്തിട്ടില്ല. അതായത് നമ്മുടെ ഇതനുസരിച്ച് മുലപ്പാൽ കൊടുക്കേണ്ട കാര്യം അങ്ങനെയാണ്. അപ്പോൾ അത് അങ്ങനെയാണ് അവൻ കുടിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും നാൾ നമ്മുടെ ഉറക്കവും കാര്യങ്ങളൊക്കെ രാവിലെയും അങ്ങനെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പിന്നെ കുളിക്കാനാണെങ്കിലൊക്കെ നമ്മൾ ഇനി ഇവർ വലുതായി, ഇപ്പോൾ ഇത്രയായി, ഓടി നടക്കും, ഏത് നേരം നോക്കിയാലും ഓരോ തുണിയും പിടിച്ച് കയറും കാര്യങ്ങളാണ്. പിന്നെ ഞാനും കുഞ്ഞു മാത്രമാണ് എപ്പോഴും കൂടുതലുണ്ടാവുക. സമയത്ത് നമ്മുടെ വാഷ്റൂമിൽ പോകണമെങ്കിൽ കുളിക്കണമെങ്കിലൊക്കെ അവൻ പിന്നാലെ വരും, ഒട്ടും സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ ബാത്റൂമിൽ പോകണമെങ്കിലും എടുത്ത് വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് കുഞ്ഞിനെ തല്ലാനോ വഴക്ക് പറയാൻ പലപ്പോഴും ഇപ്പം എൻ്റെ കയ്യിൽ ചെറുതായി വഴക്കും തല്ലൊക്കെ കൊള്ളുണ്ടാ കുഞ്ഞിയത്. കാരണം അവൻ ഭയങ്കര വാശിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ചെറിയൊരു കാര്യമല്ല. എന്തോരം ഇതുപോലെ നിങ്ങൾക്ക് പറ്റുമോ, നിങ്ങൾ ചെയ്യുമോ? നിങ്ങൾ കുറച്ച് നേരം വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇതാവുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബോറടിക്കും. ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകാം, കമ്പനി അടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചായ കുടിക്കാൻ പോകാം. നിങ്ങൾക്ക് ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും നിങ്ങളുടെ പോലെ ഇത്രയും ഫ്രീ ആയിട്ട് പോകേണ്ട അവസ്ഥയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. പിന്നെ ഞങ്ങൾ ഇതുപോലെ വേറെ ഇതുകളൊന്നും ചിന്തിക്കാണ്ട് ഞങ്ങളുടേതായ താല്പര്യത്തിനനുസരിച്ച് ഇറങ്ങിത്തിരിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ആസ് എ പാരൻറ്റ് അല്ലെങ്കിൽ അമ്മ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഒരുപാട് എന്താ എന്നോട് പറയാം, ഒരുപാട് അതിനെങ്ങനെയാണ് പറയുക, ഒരുപാട് സന്തോഷങ്ങളും, അതായത് പേഴ്സണലി നമുക്ക് ആസ്വദിച്ച് നടക്കേണ്ടതായ സന്തോഷങ്ങൾ, അല്ലെങ്കിൽ ഒരാളെ നോക്കി നടക്കുക, ഒരാളെ ഇതാക്കി നടക്കാന്ന് പറയുമ്പോൾ നമ്മളുടെ ടൈം അവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ കുട്ടിക്ക് വേണ്ടി കൊടുക്കാന്ന് പറയുന്ന സമയം നമ്മൾ അത് സ്നേഹമാണ്, മനസ്സിലായോ? സ്നേഹമായിട്ട് നമ്മൾ നമ്മുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ അതിന് യാതൊരു വിലയില്ലാത്ത രീതിയിലാണ്, അതിനൊരു വാല്യൂ ഇല്ലാത്ത പോലെയാണ് നിങ്ങളെപ്പോലത്തെ ആൾക്കാർ സംസാരിക്കുന്നത് അങ്ങനെ പോകുന്നത്, മനസ്സിലായോ? ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾക്കുള്ളതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരിക്കും, കുഞ്ഞിന് വേണ്ടിയിട്ടായിരിക്കും, അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കും. അതിനൊക്കെയുള്ള അതിനൊന്നും വാല്യൂ ഇല്ലാത്ത പോലെയാണ് ചേട്ടനെ പോലെയുള്ള ആൾക്കാർ വർത്തമാനം പറഞ്ഞു നോക്കുന്നത്.
ഞങ്ങൾക്ക് വേണമെങ്കിൽ പ്രസവിക്കാണ്ടിരിക്കുകയായിരുന്നു, നിങ്ങളെപ്പോലെ നിങ്ങൾക്ക് ആർക്കും ജന്മം കൊടുക്കാണ്ടിരിക്കാനായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ പോലും ജനിക്കില്ലായിരുന്നു. ചില നാളികേരത്തിന് കുട്ടി വരും അല്ലേ, അങ്ങനെയൊക്കെയാണ് കുട്ടി വരാൻ അല്ലല്ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. ഇത് സിമ്പിളായിട്ടുള്ള കാര്യമല്ല. ഒരുപാട് അമ്മമാർ, നിങ്ങളുടെ അമ്മമാരായാലും കുറേ ആൻറ്റിമാരും അമ്മച്ചിമാരൊക്കെ പണ്ടത്തെ അത് വെച്ചിട്ട് പറയണവരുണ്ടാവും. അതൊക്കെ അത്രേ ഉള്ളൂ അവരെ ചിന്താഗതി. എനിക്ക് അത്രയും പറയാനുള്ളൂ. അപ്പോൾ ശരി, ഓക്കെ, ബൈ. എനിക്ക് ഇത്രയും പറയാനുള്ളൂ. അതിന്മാരാർ പോലത്തെ ഒരു സമൂഹം ഇപ്പോഴും ഉണ്ട്. അവരൊന്നും മനസ്സിലാക്കിയിരിക്കാം, നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാർ.